മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചിട്ടില്ലെന്ന് വയലാറിനെ തിരുത്തി പ്രഭാഷകൻ വി.കെ. സുരേഷ് ബാബു. മുംബൈയിൽ ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങളുടെ സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ സംസാരിക്കുകയാണ് വയലാർ രാമവർമ്മയുടെ പ്രസക്ത വരികൾ തെറ്റാണെന്ന് സുരേഷ് ബാബു സമർത്ഥിച്ചത്. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ച് നവി മുംബൈ ബേലാപൂരിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു വി.കെ. സുരേഷ് ബാബു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അംഗങ്ങളും കുടുംബാംഗങ്ങളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങളുടെ സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ സംസാരിച്ച പ്രമുഖ പ്രഭാഷകൻ ഗുരുദർശനം പഠിപ്പിക്കാനുള്ള ഒരു വിഷയമായി മാത്രം കാണരുതെന്നും പറഞ്ഞു. ശ്രീനാരായണ ദർശനം കേവലം പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടുള്ളതല്ല, അത് കേവലം പഠിക്കുവാൻ വേണ്ടി മാത്രമുള്ളതല്ല, അത് പ്രയോഗത്തിൽ വരുത്തുവാനും പ്രചരിപ്പിക്കുവാനുള്ള ദർശനമാണ്. ശ്രീനാരായണ ദർശനം ജീവിതത്തിൽ പകർത്തേണ്ട സന്ദേശമാണെന്നും കൂട്ടിച്ചേർത്തു. ഭാരതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ പ്രാവർത്തിക രൂപമാണ് ഈ ഭൂമിയിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവമെന്ന ഗുരുവിന്റെ ദർശനം. ആ പ്രാർത്ഥനയുടെ പ്രാവർത്തിക രൂപമാണ്. ഈ പ്രാർത്ഥന ഹിന്ദു മതത്തിൻ്റെത് ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രാർത്ഥനയായി കണ്ടുകൂടാം. കാരണം ഈ പ്രാർത്ഥനയുണ്ടാകുന്ന കാലത്ത് ഭൂമിയിൽ ഒരു മതവും ഉണ്ടായിരുന്നില്ല. മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്ന വയലാർ രാമവർമ്മയുടെ പ്രശസ്തമായ ഗാനത്തിലെ വരികൾ തെറ്റാണെന്നും സുരേഷ് ബാബു ചൂണ്ടിക്കാട്ടി. മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്ന് വയലാർ രാമവർമ്മയുടെ ഒരു പാട്ടില്ലേ, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. തെറ്റാണത്. ഒരു മതവും ഒരു ദൈവത്തെയും സൃഷ്ടിച്ചിട്ടില്ല. മതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ആ ദൈവങ്ങളെ ഉപയോഗിച്ചതാണ് മതങ്ങൾ. അല്ലാതെ ഒരു മതവും, ശ്രീകൃഷ്ണൻ ഹിന്ദു മതം ഉണ്ടാക്കിയിട്ടില്ല, മുഹമ്മദ് നബി ഇസ്ലാം മതം ഉണ്ടാക്കിയിട്ടില്ല, യേശു ക്രിസ്തു മതവും ഉണ്ടാക്കിയിട്ടില്ല. അവരെല്ലാം ദർശനങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. മനുഷ്യന്റെ മനസ്സിലാണ് ദൈവം ഇരിക്കുന്നതെന്ന ശ്രീനാരായണ ഗുരുവിന്റെ ദർശനമാണ് സമൂഹത്തിൽ പ്രചരിപ്പിക്കേണ്ടതെന്നും പറഞ്ഞു. ബുദ്ധി പക്ഷിമൃഗാദികൾക്കെല്ലാം ഉണ്ട്, പക്ഷേ മനസ്സ് മനുഷ്യനേ ഉള്ളൂ. എന്താണ് ആ മനസ്സ്? ആ മനസ്സിലാണ് ദൈവം ഇരിക്കുന്നത്. മനുഷ്യന്റെ ഭാവനയാണ് മതങ്ങളെയും വിവിധ സങ്കല്പങ്ങളെയും രൂപപ്പെടുത്തിയത്. ഈ ഭൂമിയിൽ എല്ലാറ്റിനും പേരിട്ടത് മനുഷ്യനാണല്ലോ. മനുഷ്യൻ വരുന്നതിന് മുമ്പ് ഭൂമിക്കോ ആകാശത്തിനോ നക്ഷത്രങ്ങൾക്കോ ചന്ദ്രനോ ആനയ്ക്കോ കടുവയ്ക്കോ പുലിക്കോ പട്ടിക്കോ പേരുണ്ടായിരുന്നില്ല. എല്ലാറ്റിനും പേരിട്ടത്, ദൈവത്തിനും പേരിട്ടത് മനുഷ്യനാണ്. സിംഹത്തെ കാട്ടിലെ രാജാവായി വിശേഷിപ്പിച്ചതും മനുഷ്യന്റെ ഭാവനയാണെന്ന് സുരേഷ് ബാബു പറയുന്നു. അതുകൊണ്ടാണ് കാട്ടിലെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ലോകത്തിലെ ഏത് വൻകരയിലെ വിദ്യാർത്ഥികളും പറയും സിംഹമാണ് കാട്ടിലെ രാജാവെന്ന്. പക്ഷെ ആ വിവരം ഇന്നോളം ഒരു സിംഹവും അറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ സിംഹം കൊട്ടാരം വേണമെന്നും സഞ്ചരിക്കാൻ ഇന്നോവ കാറ് വേണമെന്നും എസ്കോർട്ട് വേണമെന്നും ആവശ്യപ്പെടുമായിരുന്നു. പാവം അത് വെറും നിലത്ത് കിടന്നുറങ്ങുന്നു. അതിൻ്റെ ഭക്ഷണം അത് വേട്ടയാടി പിടിച്ചു തിന്നുന്നു. കാട്ടിലെ രാജാവ് സിംഹമാണെന്ന് നിശ്ചയിച്ചത് മനുഷ്യരാണ്, നമ്മളാണ്. ശ്രീനാരായണ മന്ദിരസമിതി പ്രസിഡന്റ് എം. ദാമോദരൻ, വൈസ് ചെയർമാൻ എസ്. ചന്ദ്രബാബു എന്നിവരടക്കമുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ശ്രീനാരായണ ഗുരുവിന്റെ മാനവികതയും സമത്വ സന്ദേശവും ഇന്നും സമൂഹത്തിന് വഴികാട്ടിയാണെന്ന ഓർമ്മപ്പെടുത്തലോടെയാണ് കുടുംബസംഗമം സമാപിച്ചത്. നിങ്ങൾക്കായി സമർപ്പിച്ചത് Amritweni Hair Elixir for Women. Azure Builders, building beyond blue.